ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇവിടുത്തെ വാഴക്കൃഷിയാണ്. ഇവിടെയുള്ള ഒട്ടുമിക്ക വീടുകളിലും വാഴകളുണ്ട്. കാരണം ഇവരുടെ ജീവിതമാർഗം വാഴക്കൃഷി, തേയില, കാപ്പി, കുരുമുളക്, അടയ്ക്ക അങ്ങനെയുള്ള കൃഷികൾ ചെയ്തിട്ടാണ് ഇവിടെയുള്ളവർ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് വാഴക്കൃഷി കാണാൻ പോവാം. പോകുന്ന വഴി മേരിച്ചേച്ച് പയറിന് വെള്ളം അടിക്കുന്നുണ്ട്, വെള്ളം നനയ്ക്കുവാണ്. അപ്പോൾ നമ്മൾ അവിടെ കൂടെയാണ് പോകുന്നത്. കണ്ടോ, ഈ കാണുന്നതെല്ലാം നമ്മുടെ വാഴക്കൃഷികളാണ്. ഇവിടെ ഒരു 2 ഏക്കറിൽ വാഴക്കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ആണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എന്നാലും ഇത്രയും വാഴകൾ നിൽക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇത്രയും വാഴകൾ ഒരുമിച്ച്, അത് ഒരു സ്ഥലത്തല്ല പല സ്ഥലങ്ങളിലും ഇങ്ങനെ വാഴകൾ കൂട്ടത്തോടെ കൃഷി ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ജീവിതമാർഗ്ഗം, ഇവിടെയുള്ളവരുടെ ജീവിതമാർഗ്ഗം അതാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കൃഷികൾ ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഈ പല സംസ്ഥാനങ്ങളിലോട്ടും ഇവിടുന്ന് ഈ വാഴക്കൊല, കുരുമുളക്, കാപ്പി അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ഒത്തിരി വാഴകളുണ്ട് ഇവിടെ. അപ്പോൾ റോസുകൂടി അമ്മച്ചിയും കൂടെ നേരെ പോയി. കാരണം ഇതിൻ്റെ നടുക്കൂടെ നേരെ ചെല്ലുന്നത് അവിടെ ഒരു ചെറിയൊരു പുഴയുണ്ട്. അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ട, ആൾ വേഗം പോവുക. വൈകുന്നേരമായപ്പോൾ ഭയങ്കര വഴക്കാണ്. അവൾക്ക് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നടക്കണം, വീടിനകത്തിരിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ആൾ ബഹളം വെച്ചപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇറങ്ങിയതാണ് നടക്കാനായിട്ട്. അപ്പോൾ ഈ വാഴയൊക്കെ കണ്ടപ്പോൾ, കാരണം നാട്ടിൻ പുറത്തിലുള്ളവർക്കൊന്നും ഇങ്ങനെയുള്ള വാഴകളൊന്നും അവർ കണ്ടിട്ടില്ല. കാരണം ഇത്രയും കൃഷി കണ്ടിട്ടില്ല. നോർമൽ കുറച്ച് സ്ഥലത്ത് മാത്രമേ കൃഷി ചെയ്തത് കണ്ടിട്ടുള്ളൂ. കാരണം എൻ്റെ വീട് ആലപ്പുഴയാണ്, എന്നെ ഇങ്ങോട്ടേക്ക് കെട്ടിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും വാഴകൾ ഒരുമിച്ച് കൃഷി ചെയ്തിട്ടുള്ളത് കാണുന്നത്. കണ്ടോ, ഈ കാണുന്ന ഫുള്ള് ഒരു 2 ഏക്കർ ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ ഫുള്ള് വാഴക്കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ കണ്ടോ, വാഴ ഇപ്പോൾ എല്ലാം മിക്ക വാഴയും കുലച്ച് നിൽക്കുകയാണ്. ഫുള്ള് ഏത്തവാഴയാണ് ഈ നിൽക്കുന്നത്. ഏത്തവാഴ മാത്രമല്ല, നമുക്കിവിടെ പല മറ്റേ ഞാലിപ്പൂവനുണ്ട്, പാളയംകുടനുണ്ട്, കണ്ണമ്പഴമുണ്ട്, പൂവമ്പഴമുണ്ട്, കദളിയുണ്ട്, അങ്ങനെ റോബസ്റ്റ, അങ്ങനെ ഒത്തിരി പഴങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഫുള്ള് ഏത്തവാഴയാണ്. കണ്ടോ, അത് നടുക്കൂടെ വെള്ളം പോകുന്ന ചാലാണ്. ഒത്തിരി ഫലങ്ങൾ നൽകുന്ന ഒരു സസ്യമാണിത് വാഴ. അപ്പോൾ അതെ, ഞാൻ പറഞ്ഞ ടെസ്റ്റ് കാണിച്ചു തരാം. ഞങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അച്ചായൻ എന്നോട് ഇവിടുത്തെ പുഴേനെ കുറിച്ച് എപ്പോഴും പറയുമായിരുന്നേ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഞാൻ അച്ചായനോട് പറഞ്ഞത് നമുക്ക് പുഴ കാണാൻ പോകാമെന്നാണ്. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ പുഴ. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഞാൻ കണ്ടു വളർന്നത് കായൽ, കടൽ, പിന്നെ നമ്മുടെ ഇവിടുത്തെ തോടൊക്കെ വലിയ ഇതൊക്കെയാണ്. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ഇത് ഒരു പുഴ തന്നെയാണ്. കാരണം ഇവിടെ അടുത്തൊന്നും വേറെ ഒരു പുഴയോ അങ്ങനെ ഒരു ഇതോ ഇല്ല. അത് പോകണമെങ്കിൽ പിന്നെ നിലമ്പൂർ അങ്ങനെ വേറെ സ്ഥലത്തോട്ടൊക്കെ പോകണം. അപ്പോൾ ഇവിടെയുള്ളവരുടെ സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ അവരലക്കുന്നത്, കുളിക്കുന്നത് ഒക്കെ ഒത്തിരി പേര് ഇവിടെ വരാറുണ്ട്. കണ്ടോ, ഇപ്പോൾ വാഴയുടെ ആ സൈഡിലോട്ട് പോവുകയാണ്. റോസ് ഒരു രക്ഷയില്ല, ഓട്ടം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കൊച്ചുമുണ്ട്, അവൻ്റെ കൂടെ പോവുകയാണ് അവൾ. അത് ആ പുഴ സൈഡിൽ നിൽക്കുന്ന ഒരു ചെടിയാണ്, നല്ല രസമാണ് കാണാനായിട്ട്. കടലാസ് പൂവാണ് നിൽക്കുന്നത്. ഇപ്പം അവിടെ കണ്ടോ, ഇത് ഇങ്ങേ അറ്റത്തോട്ട് ഫുള്ള് വാഴയാണ്. ഇത് മറ്റേ വാഴയ്ക്കൊക്കെ നനയ്ക്കാൻ വരുന്ന ആൾക്കാർ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അവർ വന്ന് കുറച്ച് നേരം റെസ്റ്റ് അടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ചെറിയൊരു വെയിറ്റിംഗ് ഷെഡാണ്. അത് ഫുള്ള് പോയി. ഇപ്പോൾ റോസിന് പുഴ കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇറക്കി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അപ്പുറേ കാണുന്നത് തമിഴ്നാട്, ഇപ്പുറേ കേരളമാണ്. ഈ പുഴയുടെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും കേരളവും തമിഴ്നാടുമാണ്. കണ്ടോ, നല്ല ഒഴുക്കുമുണ്ട്, കുറച്ച് അത്യാവശ്യം ഇച്ചിരി താഴ്ചയുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് പോകുവാണ്. അപ്പോൾ അമ്മച്ചി നടുവേദന എടുക്കുന്നുണ്ട്. അപ്പോൾ പെണ്ണിനെയും കൊണ്ട് അവിടെ വെച്ച് റെസ്റ്റ് എടുക്കുവാണ്.
അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുവാണ്. അപ്പോൾ ഈ വാഴയുടെ ചുവട്ടിൽ നിന്ന് വരുന്ന മറ്റേ ചെറിയ കന്നെടുത്തിട്ടാണ് അവർ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. കണ്ടോ, എല്ലായിടത്തും മറ്റേ പോക്കാന്ന് ഉദ്ദേശിക്കുന്നത് മറ്റേ വാഴച്ചുണ്ട്, കൊടപ്പൻ, വാഴക്കൂമ്പെന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ പോക്കാന്ന് പറയും. പല സ്ഥലങ്ങളിലും പല വാക്കാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ചെറുപയറൊക്കെ ഇട്ട് വെച്ച അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ വാഴയിൽ വരുന്ന നാര് നമ്മൾ മുല്ലപ്പൂവൊക്കെ കെട്ടാൻ വേണ്ടിയിട്ടുണ്ട്. പണ്ട് ഞങ്ങൾ നാട്ടിലൊക്കെ മുല്ലപ്പൂവൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ഈ നാരെടുത്തിട്ട് കെട്ടുമായിരുന്നു. നല്ല ബലത്തിൽ കിട്ടും. അവിടെയൊക്കെ ഫുള്ള് വാല കുഴച്ച് നിൽക്കുവാണ്. ഉണ്ടോ, നനയ്ക്കാനായിട്ട് അവർ വന്നിട്ടില്ല. അവർ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ നനയ്ക്കാൻ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ ഞങ്ങൾ പോകുവാണ്. ഈ സൈഡിലൊക്കെ ഫുള്ള് കാപ്പിയാണ് നിൽക്കുന്നത്. ഈ സണ്ടോ ആ ഒരു വെള്ള കളറിൽ നിൽക്കുന്നതുണ്ടോ പൂവ്, അത് കാപ്പിപ്പൂവാണ്. ആ സൈഡിൽ ഫുള്ള് നിൽക്കുന്ന അതാണ് കാപ്പിയുടെ പൂവാണ് അതെല്ലാം. കണ്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടാറ്റ.